കൃഷിഭവനിൽ നിന്നും സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് മഴക്കാല പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ നിർവഹിച്ചു. ചടങ്ങിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത സ്വാഗതം പറഞ്ഞു. പച്ചക്കറി തൈകളുടെ നടീൽ രീതികളെക്കുറിച്ച് കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ സംസാരിച്ചു. നമ്മൾ ഇന്നിവിടെ വിതരണം ചെയ്ത പച്ചക്കറി തൈകളെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായി പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിളവ് ലഭിക്കും. അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ നമ്മൾ ട്രേകളിലാണ് തൈകൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് പറിച്ചെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ചില കർഷകർ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കാൻ പാടില്ല. കാരണം ഇതിന്റെ വേരുകൾക്ക് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആരോഗ്യം ക്ഷയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറുങ്ങനെ നന കൊടുത്തതിന് ശേഷം മടിയിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടയായി കിട്ടും. അപ്പോൾ വേരോടുകൂടി നമുക്ക് കിട്ടും. അത് നമ്മൾ നട്ടു കൊടുക്കാം. ഗ്രോ ബാഗിൽ നടുകയാണെങ്കിൽ നമ്മൾ ഗ്രോ ബാഗ് തിരഞ്ഞെടുക്കുമ്പോൾ വെള്ളയും കറുപ്പും കളറുള്ള ഗ്രോ ബാഗാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും നല്ല ഗ്രോ ബാഗാണത്. അപ്പോൾ അതിൽ നടക്കുന്ന പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത് നമ്മൾ 3 ഘടകങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കണം. 1:1:1 എന്ന അനുപാതത്തിൽ ഒരു ഭാഗം നല്ല മണ്ണ്, അതുപോലെ തന്നെ ജൈവവളം, അതുപോലെ തന്നെ മണൽ, പൂഴിമണൽ അല്ലെങ്കിൽ നമുക്ക് ഉമിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ കമ്പോസ്റ്റോ ഉപയോഗിക്കാം പാത്രത്തിൽ. അത് 3 കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 70% ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ട്രേയിൽ നിന്ന് എടുത്ത തൈ അവിടേക്ക് നട്ടുകൊടുക്കണം. നട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തായി ചെയ്യേണ്ടത്, ഇതിൽ കളകൾ ഒരുപാട് വളരാൻ സാധ്യതയുണ്ട്. അതിന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ പുതയിടണം. കരിയില ഉപയോഗിച്ചുകൊണ്ട് നട്ടുകൊടുത്ത ചെടിയുടെ ചുറ്റുമായി നമുക്ക് പുതയിടാം. പുതയിട്ടതുകൊണ്ട് മറ്റ് പല ഗുണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നമ്മൾ നല്ല ചൂട് വരുന്ന സമയത്ത് അതിലേക്ക് നന കൊടുത്തു കഴിഞ്ഞാൽ അത് ബാഷ്പീകരിക്കാതിരിക്കാൻ നമ്മളെ ഈ പുതയിടൽ സഹായിക്കും. അതുപോലെ തന്നെ സൂര്യപ്രകാശം നേരിട്ട് നമ്മളെ മണ്ണിലേക്ക് പതിച്ച് ചൂട് കൂടാതിരിക്കാനും സഹായിക്കും. അതിനുശേഷം ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് ജൈവികമായ രീതിയിൽ മാത്രം പച്ചക്കറികൾക്ക് വളം നൽകിയാൽ മതി. അതായത് നമ്മൾ ഇതിലേക്ക് സ്ലറി, നമ്മൾ ദ്രവരൂപത്തിലുള്ള വളമാണ് ഹ്രസ്വകാല വിളകൾക്ക് നൽകുന്നത് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പച്ചക്കറികൾ ഒരു 3 മാസം കൊണ്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 20 ലിറ്ററിന്റെ ബക്കറ്റ് എടുത്ത് അതിൽ നമ്മൾ 10 കിലോ പച്ചച്ചാണകം, 1 കിലോ വേപ്പും ഉണ്ടാക്കി, 1 കിലോ എല്ലുപൊടി, ഒരു 1/2 ലിറ്റർ ഗോമൂത്രവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. അങ്ങനെ അത് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തൊരു 4 ദിവസം വെച്ചാൽ ഇങ്ങനെ പുളിച്ചു വരും. അങ്ങനെ പുളിച്ച ഈ സ്ലറി നമുക്ക് ഓരോ കപ്പിൽ 10 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. വെണ്ട, വഴുതിന, തക്കാളി, പച്ചമുളക് എന്നീ ഇനങ്ങളിൽപ്പെട്ട തൈകളാണ് വിതരണത്തിനായി എത്തിച്ചിരുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരമാണ് കർഷകർക്ക് തൈകൾ സൗജന്യമായി വിതരണം ചെയ്തത്. 100 കണക്കിന് കർഷകർ അതിരാവിലെ തന്നെ തൈകൾ വാങ്ങാൻ കൃഷിഭവനിൽ എത്തിയിരുന്നു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.